നമുക്കറിയാം, ഈ സംസാരത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള ദുഃഖങ്ങൾക്കും കാരണം എന്താ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രോധമാണ്. ക്രോധം മൂലമാണ് വിനാശങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ദുഃഖത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. അപ്പോൾ ഈ ക്രോധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അസത്യമായിട്ടുള്ള ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന താല്പര്യമാണ് പലപ്പോഴും ക്രോധത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു വസ്തുവിൻ്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങളാവാം ക്രോധത്തിലേക്കും യുദ്ധത്തിലേക്കും വിനാശത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്നത്. അപ്പോൾ ഈ ക്രോധം വെടിഞ്ഞാൽ തന്നെ ലോകത്തിന് ശാന്തിയായി, അല്ലേ? സമാധാനമായി. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം നമുക്കെല്ലാവർക്കും. എന്താ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആദ്യം ഭഗവാനെ നമസ്കരിക്കുക, പിന്നീട് ഈ വിശ്വത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ് വിശേഷാർത്ഥം. ഭഗവാനെ ആദ്യം നമസ്കരിക്കുക, വന്ദിക്കുക, പിന്നെ ഈ വിശ്വത്തെ ഗ്രഹിക്കുക. ഭഗവാനെ വന്ദിക്കുക, അത് ഭക്തിമാർഗമാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ, അല്ലേ? ഭഗവാനെ വന്ദിക്കുക എന്നുള്ളത്. പക്ഷെ പിന്നീട് പറഞ്ഞു വിശ്വത്തെ ഗ്രഹിക്കുക. എങ്ങനെയാണ് വിശ്വത്തെ ഗ്രഹിക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ വിശ്വത്തെ ഗ്രഹിക്കുക എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ജ്ഞാനം നേടുക എന്നാ. ജ്ഞാനം നേടുക. ആ ജ്ഞാനം കൂടി നേടുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നതെന്നാണ് അതിൻ്റെ വിശേഷാർത്ഥം. അപ്പോൾ ഭഗവാനെ മാത്രം നമിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. പൂർണ്ണമാവുന്നുണ്ടോ? ഇല്ല. നമുക്ക് ജ്ഞാനം ഉണ്ടാകണം. ആ ജ്ഞാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ, സത്രങ്ങൾ ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാളിയൻ എന്ന് പറയുന്ന ആ സർപ്പശ്രേഷ്ഠൻ, നാഗം. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാ ഈ കാളിയൻ? നാം ഓരോരുത്തരും കാളിയന്മാരാണ്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തിൻ്റെ പ്രതീകമായിട്ടുള്ളവരെല്ലാം ആരാ? കാളിയന്മാരാ, അല്ലേ? ഈ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുറേ പൂജാപുഷ്പങ്ങളും കൊണ്ടാണ് വരുന്നത്. ക്ഷേത്രത്തിലെ മേൽശാന്തി ചോദിക്കുന്നു, ആരാ ഈ പുഷ്പം കൊണ്ടുവന്നത്? ഉടനെ നമ്മൾ കൈപൊക്കി പറയും, ഞാനാ. പറഞ്ഞു കേട്ടോ, ഞാനാ. ഈ ഭാഗവതം ആരുടെയാ? എൻ്റെയാ. ഭാഗവതം ആരുടെയാ? എൻ്റെയാ. നോക്കൂ, ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഈ പദങ്ങൾ കടന്നു വരും, ഞാനെന്നും എൻ്റേതെന്നുമുള്ള പദങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊരു പൂർണ്ണമായിട്ടുള്ള വിരാമം സാധിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ ഈ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം ദോഷമാവുന്നില്ല, അപരന് ദോഷമാവുന്നില്ല. ഉണ്ടോ? ഞാൻ കൊണ്ടുവന്ന പൂക്കളാ, അല്ലെങ്കിൽ എൻ്റെ ഭാഗവതമാ ഇന്ന് പറയുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം അപരന് ദോഷമായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഭാവം മൂലമുണ്ടാകുന്ന ദോഷങ്ങളുടെ പരിണിത ഫലം നാം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമുക്ക് ഈ പദം ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ ഭാവത്തിൽ നിന്ന് മുക്തിയില്ല. പക്ഷേ ഈ കാളിയൻ, കംസൻ എന്നൊക്കെ പറയുന്നവര് ഈ ഞാനെന്ന് പറയുന്ന ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളാണ്. ആ ഞാനെന്ന് പറയുന്ന ഭാവം തമോ ഗുണത്തിൽ അധിഷ്ഠിതമാകുമ്പോഴാണ് അവർ കംസന്മാരായിട്ട് മാറുന്നത്, കാളിയ നാഗമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അസത്യമായിട്ടുള്ള വസ്തുവിലുണ്ടാകുന്ന ഒരു പ്രേമം, താല്പര്യമാണ് പലപ്പോഴും വാസനകളിലേക്ക് നയിക്കുന്നത്, ക്രോധത്തിലേക്ക് നയിക്കുന്നത്, നാശത്തിലേക്ക് നയിക്കുന്നത്, ദുഃഖത്തിലേക്ക് നയിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ജീവൻ ഈ ഭോഗസുഖങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയി കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് എന്താ? ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം വളർന്ന് അത് നാശത്തിലേക്ക് എത്തും. അപ്പോൾ ജീവിതത്തിൽ ആകസ്മികമായിട്ട് തിരിച്ചടികളുണ്ടാവും.
തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ശാസ്ത്ര തത്വങ്ങൾ ഗ്രഹിക്കാനായിട്ട് വന്നിരിക്കുന്നത്. പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ കേൾക്കണം എന്നൊരു താല്പര്യം നമുക്കുണ്ടാകുന്നത്. അപ്പോഴേക്കും ജീവിതത്തിൽ ഒരു നല്ല കാലം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പെൻഷൻ പറ്റിയിട്ട് വേണം ഭാഗവതം പഠിക്കാൻ. ഇത് പ്രായമായവർക്ക് അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ നിന്നൊക്കെ വിരമിച്ചവർക്കുള്ള ഒരു പരിപാടിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കുട്ടികൾ ആരും ഇത് പഠിക്കണ്ട. ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അപജയങ്ങൾക്കെല്ലാം കാരണം. നമ്മുടെ യുവതലമുറ ഒരുപാട് അകലെയാ. അവർക്ക് ഇതൊന്നും വേണ്ട. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും വേണ്ട. അവര് ഒരുപാട് അകന്നുപോയി. ഈ ഗ്രന്ഥങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭക്തി മാത്രമല്ല ഉണ്ടാകുന്നത്, ജ്ഞാനമുണ്ടാകും, തിരിച്ചറിവുണ്ടാകും, വിവേകം ഉണ്ടാകും. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും വേണ്ട. ഈ തലമുറകളാണ് വളർന്നു വന്ന് നാളെ നമ്മുടെ കുടുംബത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ ഭാവി തീരുമാനിക്കേണ്ടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ കേൾക്കേണ്ടത് ആരാ? ഉൾക്കൊള്ളേണ്ടത് ആരാ? പുതിയ തലമുറയാ. അവരതിന് സന്നദ്ധരാകുന്നില്ല. നമ്മളൊട്ട് അവരെ ഈ കാര്യത്തിന് നിർബന്ധിക്കുന്നുമില്ല. ഏതെങ്കിലും മാതാപിതാക്കൾ പറയോ അവിടെ സത്രമുണ്ട് പോയിരുന്ന് കേൾക്കടാ, സ്കൂൾ അടച്ചിരിക്കുകയല്ലേ എന്ന് പറയുമോ? പറയത്തില്ല. നമ്മൾ പോകുന്നുണ്ട് കുറെ കാര്യങ്ങൾ കേട്ട്. നമ്മളിനി കേട്ടിട്ട് എന്താ പ്രയോജനം? കാരണം ഇനി അധിക കാലമൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ സൂചനകൾ വന്നു. എന്താ? ഈ കറുത്ത മുടി വെളുത്തു തുടങ്ങി. ഭഗവാൻ തന്നെ വെള്ളി കെട്ടി തന്നു എന്ന് പറഞ്ഞ ഒരു സൂചന എന്താ? ഇവിടുന്ന് മടങ്ങിപ്പോകാനുള്ള വിസയൊക്കെ തയ്യാറായിരിക്കുകയാണെന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ അതൊന്നും കാര്യമാക്കത്തില്ല. എന്താ? അടുത്ത വീടിൻ്റെ അടുത്തുള്ള ഗോപാലൻ കൊച്ചാൻ്റെ കടയിൽ പോയി 20 രൂപയുടെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതങ്ങ് കറുപ്പിക്കും. അപ്പോൾ ആരാ തോറ്റേ? ആര് തോറ്റു? നാം ആരെയാ തോൽപ്പിക്കുന്നത്? ആ കാലത്തെ അല്ലെങ്കിൽ ഈശ്വരനെയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കണം. കഥകൾ ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ആ കഥകളിൽ അന്തർലീനമായിരിക്കുന്ന തത്വങ്ങൾ ഇപ്പം ഞാൻ പറയുന്ന രീതിയിലായിരിക്കില്ല ആദരണീയനായിട്ടുള്ള അദ്ദേഹം പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും അല്ലേ? നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്രത്തിൻ്റേതായിട്ടുള്ള വലിയ ഒരു നേട്ടം. ഇപ്പം നമ്മൾ ചെറിയ തമാശ പറയുന്നു. സന്യാസി ശ്രേഷ്ഠനാണെങ്കിൽ ഈ തമാശ പറയില്ല, അവർ വേറെ തലത്തിൽ നിന്ന് പറയും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലികളുണ്ട്. അത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ സത്രത്തിൻ്റെ നേട്ടം. ഇതൊന്നും ഈ പങ്കാളിത്തം ഒന്നുമല്ല. ഒരു സത്രത്തിൽ 3000-4000 ആൾക്കാരൊക്കെയാണ് ശ്രോതാക്കളായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഈ പങ്കാളിത്തം വർദ്ധിച്ചു വരണം. നമ്മൾ പറഞ്ഞു വന്നത് ആ കാളിയനെക്കുറിച്ചാണ്, കാളിയനാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഭഗവാന്റെ ബാലലീലകളുടെ ഒരു ഭാഗമാണ് ഈ കാളിയമർദ്ദനവും. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ സങ്കല്പത്തിൻ്റെ ഏറ്റവും മുഗ്ധമായിട്ടുള്ള ആ ഭാവമാണ് ഭഗവാന്റെ ബാലലീലകൾ. 10,000 വർഷങ്ങളായിട്ട് ആ കൃഷ്ണൻ നമ്മളുടെ എല്ലാം മനസ്സിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ആ കൃഷ്ണസങ്കല്പത്തെ പിരിഞ്ഞ് നമുക്കൊരു പൂർണ്ണതയുണ്ടോ? അത് കേവലം ആധ്യാത്മിക മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. കുടുംബപരമാണ്, സാമൂഹികമാണ്, സാംസ്കാരികമാണ്. അപ്പോൾ നമ്മൾ 5000 വർഷങ്ങളായിട്ട് ഈ സങ്കല്പത്തിൻ്റെ പിന്നാലെയാ. ഈ സങ്കല്പം ഇല്ലെങ്കിൽ നമുക്ക് പൂർണ്ണതയില്ല. ഇനി ആ സങ്കല്പത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലം ഏതാ? ഇദ്ദേഹത്തിൻ്റെ ബാല്യമാണ്. നമുക്ക് ഗീത ഉപദേശിക്കുന്ന ഭഗവാനേക്കാൾ കൂടുതൽ ഇഷ്ടം ആരോടാ? അമ്മമാരെ ആണല്ലോ. ഈ ഉണ്ണിക്കണ്ണനോടാണ് നമുക്കെല്ലാവർക്കും താല്പര്യം. അമ്മമാർക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാവും. കാരണം നമ്മളെ ഏറ്റവും അധികം വശീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭഗവാന്റെ ആ ബാല്യകാലമാണ്, ആ ലീലാ വിനോദങ്ങളാണ് അല്ലേ? അപ്പോൾ ഭഗവാന്റെ ആ ബാലലീലകൾ അവിടെ അരങ്ങേറുകയാണ്. അമ്പാടിയിലും വൃന്ദാവനത്തിലുമായിട്ട് ഇങ്ങനെ അരങ്ങേറുക. അപ്പോൾ ഓരോ ലീലകളും ഓരോ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കാളിയൻ ആരാണ്? ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തിൻ്റെ പ്രതീകമാണ്. അത് ഏറ്റവും രൂക്ഷമായിട്ടുള്ള തലത്തിലെത്തുമ്പോൾ ഞാനെന്ന് പറയുന്ന ഭാവം തമോ ഗുണപ്രധാനമായിട്ട് മാറുമ്പോൾ ഓരോ ജീവനും ആരാണ്? കാളിയനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ കാളിയനെ പോലെ വിഷം തുപ്പും, മറ്റുള്ളവർക്ക് ദോഷകരമായിട്ട് മാറും. അപ്പോൾ കാളിയൻ എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്ന ഭാവത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാളിയൻ പാർത്തിരുന്നത് എവിടെയാ? കാളിന്തിയിലെ ഒരു കയ്യത്തിലാണ്. ആ കാളിന്തിയിലെ ജലം വിഷലിപ്തമായി. ആകാശത്തിൽ കൂടി പറന്നു പോകുന്ന പക്ഷികൾ പോലും കരിഞ്ഞുപോയി എന്നാണ് പറയുന്നത്, ആ വിഷത്തിൻ്റെ ആധിക്യത്താൽ. എന്ന് പറയുമ്പോൾ ചിന്തിച്ചോണം, ഈ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം എത്രമാത്രം ദോഷമായിട്ട് മാറും എന്ന്, അന്യർക്ക് എത്രമാത്രം ദോഷമായിട്ട് മാറും എന്ന് ചിന്തിച്ചുകൊള്ളണം. അവിടെ ഒരു നീല കടമ്പ് മാത്രം ഉണ്ടായിരുന്നു. അത് മാത്രം ഈ വിഷജ്വാലയിൽ പൂർണ്ണമായിട്ട് കരിഞ്ഞു പോയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? പണ്ട് ഗരുഡൻ അമ്മയുടെ അടിമത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ആ അമൃതകലശവുമായിട്ട് വന്നപ്പോൾ അല്പസമയം ഈ കടമ്പിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത്. അല്പം അതിൽ നിന്ന് ആ അമൃത് തുളുമ്പി വീണു അത്രേ. അതുകൊണ്ട് കടമ്പ് മാത്രം നശിച്ചില്ല. അപ്പൊ ആ അമൃത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അറിവ് എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ കൂടി പ്രതീകമാണ്, ജ്ഞാനമാണ്. അപ്പോൾ ആ കടമ്പ് വൃക്ഷം മാത്രം പൂർണ്ണമായിട്ട് നശിച്ചില്ലെന്നാണ് പറയുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? ആ കടമ്പിൽ കയറിയിട്ട് ആ കാളിന്തിയുടെ കയ്യത്തിലേക്ക് എടുത്ത് ചാടി. വലിയൊരു ശബ്ദം ഉണ്ടായി. ആ കാളിന്തിയിലെ ജലം തിരമാലകൾ പോലെ ആകാശത്തിലേക്ക് ഉയർന്നു. അപ്പൊ എൻ്റെ ഈ താപടത്തിൽ വന്ന ആരാടാ ശബ്ദം ഉണ്ടാക്കുന്നത്? ഇതെൻ്റെ സാമ്രാജ്യമാണ്. കളിയും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ഈ പിഞ്ചു ബാലനെയാണ്. ഭഗവാൻ ആരാണെന്നോ ഭഗവാന്റെ തത്വം എന്താണെന്നോ ഒന്നും കാളിയൻ അറിയില്ല. എന്തുകൊണ്ടാ? അജ്ഞാനം കൊണ്ടാ, അല്ലേ? നമ്മളുടെ എല്ലാവരുടെയും ഉള്ളില് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട്. എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരൻ കുടികൊള്ളുമ്പോൾ നമ്മളുടെ അന്തരംഗം നിലവിളക്ക് പോലെ ജ്വലിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈശ്വരൻ നമ്മളുടെ ഉള്ളിലിരുന്നാൽ, പരമഗുരുവായ ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിലുണ്ടായാൽ എന്ത് ഗുണമാ ഉണ്ടാവുക? ഗുരുത്വം ഉണ്ടാവും. എന്താ ഈ ഗുരുത്വം എന്ന് പറഞ്ഞാൽ? നാം ഒരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മം അരുതാത്ത ഒരു കർമ്മമാണ് എങ്കിൽ നമ്മുടെ ഉള്ളിലിരുന്ന് ഒരാൾ പറയും അത് ചെയ്യണ്ട, അത് ചെയ്യണ്ട, അത് ചെയ്യണ്ട. പലപ്പോഴും ശരിയാണോ? ആ വഴിക്ക് പോകുന്നുണ്ട്, കുറേ നടന്നിട്ട് തിരിച്ചു വരും, പോവണ്ട, ആരോ പറഞ്ഞു പോവണ്ടെന്ന്, തിരിച്ചു വന്നു. നമ്മൾ ആ വഴിക്ക് പോയായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ ദുരന്തത്തെ നേരിടേണ്ടതായിട്ട് വന്നേനെ. അപ്പം ഇത് മറ്റാരെങ്കിലും ആണോ പറഞ്ഞു തരുന്നത്? അല്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ അനുഭവം ഉണ്ടല്ലോ. അപ്പം ആരോ ഒരാൾ ഇവിടെ ഇരുന്ന് മന്ത്രിക്കുക, പോകണ്ട, ആ വഴിക്ക് പോകണ്ട, അത് നിനക്ക് ദോഷമാവും, ദുഃഖത്തിന് ഹേതുവാകും. ആരോ പറഞ്ഞു തന്നു, നമ്മൾ മടങ്ങി. അപ്പൊ ആരാ ഇത് പറഞ്ഞു തന്നത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ്. പരമഗുരുവായിട്ടുള്ള ആ ഗുരുവായൂരപ്പനാണ് ഉള്ളിലിരുന്ന് ഇത് പറഞ്ഞു തന്നത്. ഏതായാലും ഈ ഞാനെന്ന് പറയുന്ന ഭാവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അങ്കുരിക്കുമ്പോഴോ, അത് ഒരു ദിവസം കൊണ്ടൊന്നും അല്ല പൂർണ്ണമായ വളർച്ചയിലെത്തുന്നത്. അല്ല, ക്യാൻസർ പോലെ കോശങ്ങൾ ഇങ്ങനെ വിഭജിച്ച് പെരുകി ഇങ്ങനെ പോവും. 3-ാമത്തെയോ 4-ാമത്തെ സ്റ്റേജ് ആകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ ക്യാൻസർ ആണ് എന്ന്, അല്ലേ? അപ്പോഴത്തേക്ക് പിന്നെ ഒന്നും ചെയ്യാൻ ബാക്കി ഉണ്ടാവില്ല. ഇതുപോലാണ് ഈ ഞാനെന്ന് പറയുന്ന ഭാവം ക്രമേണ വളർന്ന് നമ്മൾ അറിയുന്നില്ല. ആ ഞാനെന്ന് പറയുന്ന ഭാവം വളരുന്നതിനനുസരിച്ച് നമ്മളുടെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടാവും. അപ്പൊ ഈ ഞാനെന്ന് പറയുന്ന ഭാവം ആ മൂർധന്യാവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോഴോ ഈ ഞാനെന്ന് പറയുന്ന ഭാവത്തിന് കുറെ കൂട്ടുകാരെ കിട്ടും. ആരാണെന്നറിയാമോ? കുറെ കൂട്ടുകാരുണ്ട്. ഇവര്
ക്ഷണിക്കാതെ തന്നെ ഇനി കയറി വരും. എവിടേക്കാ കയറി വരുന്നേ? എവിടേക്കാ കയറി വരുന്നേ അതറിയാമോ? ആ, എവിടേക്കാ അമ്മമാരെ കയറി വരുന്നത്? ഒരമ്മ മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടേക്കാ കയറി വരുന്നത്. ഇവിടേക്കാ കയറി വരുന്നത്. അമ്മ മനസ്സെന്നാ പറഞ്ഞത് അല്ലേ? മനസ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവോ? ശരിയായ ഒരു പദമാണോ? കാരണം മനസ്സെന്ന് പറയുന്ന ഒരു അവയവം നമുക്കുണ്ടോ? ഉണ്ടോ? ഡോക്ടർമാരൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ട് ഈ മനസ്സിനെ കീറിയെടുത്ത് വെക്കാൻ സാധിച്ചിട്ടില്ല. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ. ചിത്തത്തിൻ്റെ അർത്ഥം മനസ്സെന്നാ. പക്ഷെ മേൽപ്പത്തൂര് മനസ്സെന്നായിരിക്കില്ല ചിന്തിച്ചിട്ടുണ്ടാവുക. കാരണം മനസ്സെന്ന് പറയുന്ന ഒരു അവയവം യഥാർത്ഥത്തിൽ നമുക്കില്ല. ഇല്ലാത്ത ഒന്നിൽ ഈശ്വരൻ ഇരിക്കുവോ എന്നത് സംശയമാണ്. അപ്പോൾ അവിടെ ചിത്തം എന്നതുകൊണ്ട് ഉദ്ദേശം എന്താവും? ഹൃദയം എന്ന് തന്നെയാണ്. ഹൃദയം എന്ന് തന്നെയാണ്. നമ്മളുടെ മരണം ഏത് തരത്തിലാണ് സംഭവിച്ചത് എങ്കിലും, വെടിയുണ്ടയേറ്റാണെങ്കിലും കത്തിക്കുത്തേറ്റാണെങ്കിലും ജലത്തിൽ മുങ്ങിയാണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ എഴുതും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു മരിച്ചു എന്നോ. അങ്ങനെ എഴുതുള്ളൂ. അവസാനം വരെ സ്പന്ദിക്കുന്നത് ഏത് അവയവമാണ്? ഈ ഹൃദയമാണ്. അപ്പോൾ ഈശ്വരൻ എവിടായിരിക്കുന്നത്? ഹൃദയത്തിലായിരിക്കുന്നത്. ഈ ഇടനെഞ്ചിലാണ് ആരിയ്ക്കുന്നത്? ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ഷണിക്കാതെ ചിലർ കയറി വരുമെന്ന്. അത് ആരൊക്കെയാണെന്നറിയാമോ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, രാഗം, ദ്വേഷം, ഷഡ്വൈരികളും അഷ്ടരാഗങ്ങളും. ഈ ഞാനെന്ന് പറയുന്ന ഭാവത്തിൻ്റെ കൂട്ടുകാരായ ഇവർ കയറി വന്നിരിക്കും. എവിടാ ഇരിക്കുന്നത്? അവരും ഇരിക്കുന്ന ഇവിടെ തന്നെ. ഈശ്വരൻ ഇരിക്കുന്നതിൻ്റെ ചുറ്റിലുമായിട്ടിരിക്കും. പറയും ഇടത്തെ നെഞ്ചിൽ ഈശ്വരനും വലതുഭാഗത്തായിട്ട് അഹംബോധവും ഇരിക്കുമെന്നാ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവരെല്ലാം കൂടെ വന്നിട്ട് അവിടെ അങ്ങ് ഇരിക്കും. എന്നിട്ട് എന്താ ചെയ്യുക? കുറെ ദിവസം കഴിയുമ്പോഴത്തേക്ക് പെറ്റു പെരുകും. അപ്പൊ ഈശ്വരന് പിന്നെ അവിടെ ഇരിക്കാനായിട്ട് സാധിക്കേയില്ല. വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈശ്വരൻ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, എനിക്കിനി ഇരിക്കാൻ സാധിക്കില്ലല്ലോ. ഉള്ള ആ സ്ഥലം അപഹരിച്ചു അല്ലേ? ദുർഗന്ധവും. ഒരു കാരണവശാലും ഈശ്വരൻ ഇരിക്കാൻ സാധിക്കുന്നില്ല. ഈശ്വരൻ അവിടെ നിന്ന് മാറിക്കൊടുത്തു. അപ്പം മറ്റുള്ളവർക്ക് എളുപ്പമായി. അപ്പം നമ്മുടെ ഉള്ളിൽ ഇപ്പം ആരാ ഉള്ളേ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, രാഗം, ദ്വേഷം. ഈശ്വരനുണ്ടോ? ഇല്ല. ഈശ്വരനാകുന്ന നിലവിളക്ക് എന്ത് ചെയ്തു? കെട്ടുപോയി. അപ്പോഴാണ് ഈ ക്യാൻസർ 4ാമത്തെ സ്റ്റേജിൽ എന്ന് പറയുന്നത് പോലെ തിരിച്ചടി കിട്ടുന്നത്. അപ്പം ഡോക്ടർ പറയും ഇത് ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, 10-20 വർഷമായി, കണ്ടുപിടിച്ചില്ലല്ലോ. അതുപോലെ ഞാനെന്ന് പറയുന്ന ഭാവം എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പിട്ടായിരിക്കും അതിവിടെ ഉണ്ടായത്. ഇപ്പോഴോ അത് വളർന്ന് ഒരു ക്യാൻസറായിട്ട് മാറി. അപ്പോഴത്തേക്ക് എന്താ? പെട്ടെന്നായിരിക്കും പതനം ഉണ്ടാവുന്നത്. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ഇത്രയും സംവത്സരക്കാലം ഈ ഞാനെന്ന് പറയുന്ന ഭാവം ഉള്ളിൽ ഇരുന്നിട്ടും തിരിച്ചറിയാൻ സാധിച്ചില്ല. നമുക്ക് തിരിച്ചടികൾ ഉണ്ടായതുമില്ല. എന്നാൽ ഒരു ദിവസം തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ ഞാനെന്ന് പറയുന്ന ഭാവം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി എന്നതാണ് അല്ലേ? അപ്പോൾ ഈ ഞാനെന്ന് പറയുന്ന ഭാവം ഇല്ലാതായാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഗുരുത്വം ഉണ്ടാവൂ. ഈ ഗുരുത്വം ഉണ്ടായാൽ മാത്രമേ തിരിച്ചറിവുണ്ടാവൂ, ജ്ഞാനം ഉണ്ടാവൂ. ഈ ഉണ്ണിയെ കണ്ടപ്പോഴത്തേക്ക് കാളിയന് തിരിച്ചറിഞ്ഞില്ല. ഇവനൊരു ബാലൻ, ഞാൻ ആരാ, ഇവൻ എന്നെ പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വരുന്നോ എന്ന് ചിന്തിച്ചു. ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അത് കേവലം മനുഷ്യ ശരീരമല്ല എന്ന് മനസ്സിലാക്കിയാനേ അല്ലേ? ആ ജലോപരിതലത്തിലേക്ക് ഉയർന്നു വന്നിട്ട് എൻ്റെ ബലിഷ്ഠമായിട്ടുള്ള ആ ശരീരം കൊണ്ട് ആ ഉണ്ണിക്കണ്ണനെ അങ്ങ് വരിഞ്ഞു മുറുക്കി. ഭഗവാനോ പേടിച്ചെന്ന പോലെ അങ്ങനെ നിന്നു. കാരണം മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് എത്രയോ തവണ കിട്ടേണ്ടിയിരുന്ന ആളാണെന്നറിയാമോ?
ബ്രഹ്മനും ശിവനും വാഴ്ത്തും മഹാനടൻ, അങ്ങല്ലാതാരുണ്ട് ഈ ഉലകത്തിൽ. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടു ആ അഭിനയം. ഞാൻ പേടിച്ചു പോയേന്ന് പറഞ്ഞ് നിന്നു. അപ്പൊ കുറെ ഗോപന്മാരൊക്കെ അനുഗമിക്കുന്നുണ്ട്. ജ്യേഷ്ഠനായ ബലഭദ്രരാമൻ മാത്രമില്ല. ഈ ഗോപന്മാർ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി, ഉണ്ണിക്കണ്ണനെ, കാളിയം വരിഞ്ഞു മുറുകിയിരിക്കുക, ഇനി രക്ഷയില്ല. ഭഗവാനെ കാളിയൻ വലിച്ചു മുറുകിയപ്പോൾ ആ ഗോകുലത്തിൽ ഒരുപാട് ദുർനിമിത്തങ്ങളുണ്ടായി. അന്വേഷിച്ചപ്പോൾ ബലഭദ്രരാമൻ കൂടെ പോയിട്ടുമില്ല, ഇവിടെ ഉണ്ട്. ഉണ്ണിക്ക് എന്തോ ആപത്ത് പിടഞ്ഞു. നന്ദഗോപർക്കും യശോദയ്ക്കും ഒക്കെ ആദിയായി ഭയമായി. ഉണ്ണിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ രാമൻ ജ്യേഷ്ഠൻ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, ഉണ്ണിക്ക് ഒന്നും പറ്റില്ല, കണ്ടാനൊന്നും പറ്റില്ല. പക്ഷേ അമ്മയല്ലേ, പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അങ്ങനെ നന്ദഗോപരും യശോദയും ആ ഗോപികമാരും എല്ലാം ആ കാളിന്തിയുടെ തീരത്തേക്ക് ഓടുക. അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ? ആ ഉണ്ണിക്കുട്ടനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ആ കാളിയൻ എന്ന് പറയുന്ന വിഷനാഗം. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. യശോദാമ തന്നെ ആ കാളിന്തിയിലേക്ക് എടുത്ത് ചാടാനായിട്ട് ഉരുമ്പിട്ടു എന്നാ പറയുന്നത്. അതങ്ങനെയാണല്ലോ. അതാണ് മാതൃത്വം എന്ന് പറയുന്നത്. ഞാനില്ലാതായാലും എൻ്റെ ഉണ്ണികൾക്കൊന്നും സംഭവിക്കരുത്, അതാണ് മാതൃത്വം. ഇന്ന് അതിന് അപവാദം നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അല്ലേ? അടുത്ത കാലത്ത് കേൾക്കുന്ന ആ വാർത്തകളെല്ലാം തന്നെ ആ മാതൃത്വത്തിൻ്റെ മഹനീയതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങളല്ലേ? തനിക്കെന്ത് സംഭവിച്ചാലും തൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്ന ആ അമ്മ ചിന്തിക്കുന്നത്. ഞാൻ കരഞ്ഞാലും എൻ്റെ കുഞ്ഞ് ചിരിക്കണം. അപ്പോൾ യശോദാമ്മ ചാടി ഇറങ്ങുക, ഗോപികമാർ പിടിച്ചു മാറ്റി. എന്നിട്ട് ഈ ഗോപികമാർ എന്ത് ചെയ്തു? നെഞ്ചത്തടിച്ച് നിലവിളിക്കുക. അവൾ ഈ നെഞ്ചത്തടിക്കുന്നുണ്ട്, ഗോപികമാർ ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. എന്തിനാണ് നെഞ്ചത്തടിക്കുന്നത് എന്ന് ഗോപികമാർക്കൊന്നും അറിയില്ല. നമ്മൾ ഈ നെഞ്ചത്തൊക്കെ അടിക്കാറുണ്ടല്ലോ, അറിയാമോ? നെഞ്ചത്തടിക്കാറുണ്ടോ? പണ്ടിടിച്ചിട്ടുണ്ടെന്നാ അല്ലേ? എന്തിനാ ഈ നെഞ്ചത്തിടിക്കുന്നത്, നെഞ്ചത്തിടിച്ച് നിലവിളിക്കുന്നത് എന്തിനാ? ആർക്കും അറിയില്ല, അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെയാണ് ഗുരുവായൂരപ്പ ഇരിക്കുന്നതെന്ന്. ഇവിടെയാണ് ഗുരുവായൂരപ്പ ഇരിക്കുന്നത്. അപ്പോൾ സങ്കടം വരുമ്പോൾ നമ്മൾ നെഞ്ചത്തിടിച്ച് കരയും, ആർത്ത് കരയും. എന്തിനാ നെഞ്ചത്തിടിക്കുന്നത്? കാരണം ഇവിടെ ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. ഇതെനിക്ക് അറിയില്ല, പക്ഷെ എൻ്റെ ഉപബോധ മനസ്സിനറിയാം ഈശ്വരൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇടിക്കുന്നത് ആരെ യഥാർത്ഥത്തിൽ? ഞാൻ ഭർത്താവുമായിട്ട് പിണങ്ങി മാറിയിരുന്ന് കരയുക. സങ്കടം കൊണ്ടൊരു 3 ഇടി ഇടിച്ചു. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പ. ആര് തളർന്നു വീണു? ഞാൻ തളർന്നു വീണു. പക്ഷെ ഇടി ആർക്ക് കൊണ്ടു? ഗുരുവായൂരപ്പന് കൊണ്ടു. കാരണം ഗുരുവായൂരപ്പനാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തത്വം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇടിക്കണം, അപ്പോഴാ പ്രയോജനം ചെയ്യാം. ഇവിടെ ഇരിക്കുന്നത് ആരാ? സാക്ഷാൽ ഗുരുവായൂരപ്പനാ, ഈശ്വരനാ, അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി ചോദിച്ചാൽ എന്തിനാ നീ നെഞ്ചത്തിടിക്കുന്നത്? അതെൻ്റെ അമ്മ പണ്ട് നെഞ്ചത്തിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പണ്ട് നെഞ്ചത്തിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും നെഞ്ചത്തിടിക്കും ദുഃഖം വന്നപ്പോൾ. എന്തിനാ ഇടിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇത് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ്. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ 40 അമ്മമാർ തീർത്ഥാടനത്തിനായിട്ട് പോയി. ഒരു ശിവക്ഷേത്രത്തിലെത്തി. മുമ്പേ പോയ ചേച്ചി ആ മുഖമണ്ഡപത്തിലിരുന്ന നന്ദികേശന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. പിന്നാലെ വന്ന ചേച്ചിക്ക് ഇത് എന്തിനാണെന്ന് അറിയില്ല, എങ്കിലും ചേച്ചിയും വിട്ടുകൊടുത്തില്ല. ആദ്യം വന്ന ചേച്ചി 1 മിനിറ്റാണ് പറഞ്ഞെങ്കിൽ ഈ ചേച്ചി 3 മിനിറ്റ് എടുത്ത് എന്തോ പറഞ്ഞു. ചുരുക്കി പറഞ്ഞ 40 ചേച്ചിമാരും നന്ദികേശന്റെ ചെവിയിൽ പറഞ്ഞു. ആദ്യം പോയ ചേച്ചിക്ക് മാത്രം അറിയാമായിരുന്നു ഇതെന്തിനാണെന്ന്, ബാക്കി 39 പേർക്കും അറിയില്ല. ഇതാണ് നമ്മളും പിന്തുടരുന്നത്. ആരോ എന്തോ പറഞ്ഞു, അതിൻ്റെ യുക്തി ഒന്നും നമുക്കറിയണ്ട. നമ്മൾ ഒരാൾ പറഞ്ഞു വെച്ചതിൻ്റെ പേരിൽ ഇന്നും പലതും പിന്തുടരുന്നുണ്ട്, അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ
ഭഗവാന്റെ ശക്തി എന്താണ്, ചൈതന്യം എന്താണ് എന്ന് ആ ഗോപികമാർക്കറിയില്ല. മാതൃവാത്സല്യം കൊണ്ട് യശോദാമ്മയ്ക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇവര് ഈ കയത്തിലേക്ക് ചാടാനായിട്ട് തീരുമാനിക്കുന്നത്. വരും വരായികളെ കുറിച്ചൊന്നും ആ സമയത്ത് ചിന്തിക്കുന്നില്ല. അവിടെ വാത്സല്യമാ, ഉണ്ണിയോടുള്ള ആ വാത്സല്യ നിമിത്തമാണ്. യഥാർത്ഥത്തിൽ ഈ വാത്സല്യം തന്നെ ഒരു ഭക്തിയാണെന്ന് പറയും. വാത്സല്യ ഭക്തി യശോദാമ്മയ്ക്കും ദേവകിക്കും കുന്തിക്കും ഒക്കെ ഉണ്ടായിരുന്നത് ഏത് ഭക്തിയാ? വാത്സല്യം തന്നെ ഭക്തിയാ അമ്മമാരെ, വാത്സല്യം തന്നെ ഭക്തിയാ. ഭഗവാനെ വാത്സല്യത്തോടു കൂടി കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതൊരു ഉപാസനയായി കേട്ടോ. അപ്പൊ ഗുരുവായൂരപ്പനെ ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് കാണാൻ സാധിക്കില്ലെങ്കിലും ആ അമ്പാടിക്കണ്ണന്റെ രൂപത്തിൽ കണ്ടുകൊള്ളൂ. ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭക്തിയായി അത്. അതാണ് വാത്സല്യ ഭക്തി എന്ന് പറയുന്നത്. നന്ദഗോപരും കുറെ ഗോപന്മാരും കൂടി ചേർന്ന് ഭഗവാനെ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ സമയത്ത് ബലഭദ്രരാമൻ തടയുന്നു. ഉണ്ണിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ ആരാണ് എന്ന് ശരിയായ ബോധം ഇപ്പോൾ നന്ദഗോപർക്കും യശോദയ്ക്കും ആ ഗോപന്മാർക്കും ഒന്നും ഇല്ലാതെ പോയി. അവർക്ക് ഭഗവാനോട് വാത്സല്യമുണ്ട്. ആ വാത്സല്യം തന്നെ ഭക്തിയാണ്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്കും ഇതുപോലെ തന്നെ സംഭവിക്കും. ഭഗവാൻ ആരാണ് എന്നുള്ള ആ സത്യം ആ സമയത്ത് തെളിഞ്ഞു വന്നില്ല. എന്തുകൊണ്ടാ? വിവേകത്തെക്കാൾ ഉപരി അവിടെ വികാരമാണ് ഇടം പിടിച്ചത്. വാത്സല്യം എന്ന് പറയുന്ന വികാരം അല്ലേ, ആ വികാരത്തിന് പ്രാധാന്യം കിട്ടിയപ്പോൾ വിവേകം എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. അപ്പോൾ വികാരമുണ്ടാകുമ്പോൾ വിവേകം നശിക്കും. അവരെ പിടിച്ചു മാറ്റുകയാണ് ജ്യേഷ്ഠനായ ബലഭദ്രരാമൻ. അപ്പോഴത്തേക്ക് കരയിൽ നിലവിളിയാ, കൂട്ട നിലവിളിയാ. അപ്പൊ ഈ കള്ളൻ കുറെ നേരം അങ്ങനെ നിന്നു. ഒരു നടനമായിരുന്നു അത്. എല്ലാവരും പൊട്ടിക്കരയുന്നത് കണ്ടപ്പോഴത്തേക്ക് തീരുമാനിച്ചു, മതി, ഇനി ഇവരെ സങ്കടപ്പെടുത്തണ്ട. തൻ്റെ ശരീരത്തെ അങ്ങ് ദൃഢമാക്കി, ആ പിഞ്ച് ശരീരം ദൃഢമാക്കിയപ്പോഴത്തേക്ക് ഈ കാളിയൻ്റെ ഭണങ്ങളിലൊക്കെ മുറിവേൽക്കുന്നു, ശരീരത്തിലൊക്കെ മുറിവേൽക്കുന്നു. ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമാകുന്നു. കാരണം നമ്മൾ ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിനെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം പൊള്ളുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ അതിൽ നിന്ന് മോചനം നേടാനായിരിക്കും ശ്രമിക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ ആ ശരീരം കാരിരുമ്പ് പോലെ ദൃഢമായപ്പോഴത്തേക്ക് ഈ കാളിയന് ഭഗവാനെ അതുപോലെ തന്നെ ചുറ്റി വരിഞ്ഞുകൊണ്ട് നിൽക്കാൻ സാധിക്കാതെയായി പിടിവിട്ടു. ഉണ്ണി ആ കാളിന്തിയിലെ ജലത്തിലേക്ക് വീണ ഉണ്ണിയെ ദംശിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാളിയൻ ശ്രമിക്കുക. ആ കാളിയന്റെ ഭണങ്ങളിൽ ഒന്ന് പിടിച്ച് താഴ്ത്തിക്കൊണ്ട് ഉണ്ണി ആ കാളിയന്റെ ശിരസിലേക്ക് കയറി. പിന്നീട് നാം അവിടെ കാണുന്നത് എന്താ? മനോഹരമായിട്ടുള്ള നടനമാ. ആ പിഞ്ചു കാലുകൾ വെച്ച്, കാൽത്തളയിട്ട പിഞ്ച് കാലുകൾ വെച്ച് പ്രപഞ്ച നടനം നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കാളിയൻ്റെ ഓരോ ഭണങ്ങളിലും മാറി 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 പ്രഹരിച്ചുകൊണ്ടായിരുന്നു ആ ഭഗവാന്റെ ആ ആനന്ദ നടനം, ആ ഉണ്ണിയുടെ ആനന്ദ നടനം. അപ്പോൾ കാളിയൻ്റെ ഭണങ്ങളിലെല്ലാം അമൂല്യമായിട്ടുള്ള രത്നങ്ങളുണ്ട്. ഉണ്ണിയുടെ മനോഹരമായിട്ടുള്ള താമര പോലെ മനോഹരമായ മൃദുത്വമുള്ള ആ പാദങ്ങൾ ആ കാളിയൻ്റെ ഭണങ്ങളിൽ പതിഞ്ഞപ്പോൾ, ആ രത്നങ്ങളിൽ ചവിട്ടിയപ്പോൾ ചുവന്ന് തുടുത്തു എന്നാണ് പറയുന്നത്. കാളിയൻ്റെ ഭണങ്ങളിൽ ചവിട്ടിയപ്പോൾ ചുവന്ന് തുടുത്തു അത്രേ. എന്താ കാരണം? ഓരോ ഭണങ്ങളിലും
വിശിഷ്ടങ്ങളായിട്ടുള്ള രത്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ രത്നങ്ങൾ ഉണ്ണിയുടെ പാദത്തിൽ പതിച്ചു. അങ്ങനെ നന്നായിട്ട് ചുവന്ന് തുടുത്തു ആ പാദങ്ങൾ. അപ്പോൾ ഒരു ഭണത്തിൽ നൃത്തം ചെയ്യുമ്പോൾ അടുത്ത ഭണം പൊങ്ങി വരും. അപ്പോൾ എന്ത് ചെയ്യും? ഉണ്ണി ഒരു ഭണം വിട്ടിട്ട് അടുത്തതിലേക്ക് ചാടും. ഇങ്ങനെ ഈ കാളിയൻ്റെ ഭണങ്ങളിലെല്ലാം ചവിട്ടി നൃത്തം ചെയ്തു. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാളിയൻ തളർന്നുപോയി. കാളിയൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോയി. കണ്ണുകളിൽ കൂടിയും മൂക്കിൽ കൂടിയും എല്ലാം വിഷമയമായിട്ടുള്ള രക്തം പുറത്തേക്ക് വമിച്ചു. എന്ന് പറഞ്ഞാൽ ആ ഞാനെന്ന് പറയുന്ന ഭാവത്തെ അവിടെ ഇല്ലാതാക്കുക. നമ്മളുടെ ശരീരത്തിൽ എവിടെയാ ഈ ഞാനെന്ന് പറയുന്ന ഭാവം ഇരിക്കുന്നത്? നേരത്തെ പറഞ്ഞതാ. എവിടെയായിരിക്കുന്നത്? ഇവിടെയാണ് ഇരിക്കുന്നത്. പക്ഷേ നാമെന്ന് പറയുന്ന ഞാനെന്ന് പറയുന്ന ഭാവം എവിടെ കൊണ്ടാണ് പ്രദർശിപ്പിക്കുന്നത്? നമ്മളുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവം ഇരിക്കുന്നത് ഇവിടെയാ, അല്ലേ? നമ്മുടെ നെഞ്ചിലാ, ഇടനെഞ്ചിലാ. പക്ഷേ ഞാനെന്ന് പറയുന്ന ഭാവം പ്രദർശിപ്പിക്കുന്നത് ഏത് അവയവം കൊണ്ടാ? ഈ ശിരസ് കൊണ്ടാ. അതുകൊണ്ടാണ് തലക്കനം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇരിക്കുന്നത് എങ്കിലും ഇത് പ്രദർശിപ്പിക്കുന്നത് ഇവിടം കൊണ്ടാ. നോക്കൂ, അപ്പോൾ അഹങ്കാരം, ആ അഹങ്കാരം നാം പ്രകടമാക്കുന്നത് നമ്മളുടെ ശിരസ് കൊണ്ടാണ്. അപ്പോൾ ശിരസിൽ തന്നെ അല്ലേ നടനം ചെയ്യേണ്ടുന്നത്? എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ മഥനമാണ് അവിടെ നടക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. ഈ 10 ഇന്ദ്രിയങ്ങളാണ് ഭഗവാനിൽ ചെന്ന് ചേരുന്നതിന് നമുക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് ആണല്ലോ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. എന്തിനാ കണ്ണ് എന്നത്? കാഴ്ചകൾ കാണാനാ. എടുത്തു പറഞ്ഞു, നല്ല കാഴ്ചകൾ കാണാനാണ്. പക്ഷെ കണ്ണിന് യാതൊരു വിധമായിട്ടുള്ള നിർബന്ധവും ഇല്ല, നല്ലത് മാത്രമേ കാണൂ എന്ന്. മാത്രമല്ല ഈ ചീത്ത കാഴ്ചകൾ കാണാനാണ് കണ്ണിന് കൂടുതൽ താല്പര്യം. അമ്മയ്ക്ക് ആ താല്പര്യം ഉണ്ടാവത്തില്ല, ചിലപ്പോൾ അമ്മയുടെ കണ്ണിന് ആ താല്പര്യം ഉണ്ടായെന്ന് വരാം. അരുതാത്ത കാഴ്ചകൾ തേടിപ്പോവും നമ്മുടെ കണ്ണ്. എന്തിനാ നാവ് എന്നത്? നല്ലത് പറയാനാ. പക്ഷേ എല്ലായ്പ്പോഴും നല്ലത് പറയണം എന്ന് എന്തെങ്കിലും നിർബന്ധം എൻ്റെ നാവിനുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ നാവിനുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തേ? നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ നാവ് കൊണ്ട്. കാതെന്തിനാ തന്നത്? നല്ലത് കേൾക്കാനാ. ഇതുവരെ കേട്ടിട്ടുള്ളതെല്ലാം നല്ലത് മാത്രമാണോ? ഇതുവരെ കേട്ടിട്ടുള്ളതെല്ലാം നല്ലത് മാത്രമാണോ? അല്ല. എന്തിനാ ത്വക്ക് തന്നത്? വിഷയസുഖം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് പ്രകൃതി നിയമമാണ്. അതിനാ ദാമ്പത്യം വിധിച്ചത്. ആ വിഷയസുഖം അനുഭവിക്കുക തന്നെ വേണം. അത് പ്രകൃതി നിയമമായതുകൊണ്ടാണ്. അതിനാണ് ദാമ്പത്യം വിധിച്ചത്. പക്ഷേ ഈ ദാമ്പത്യത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ പുറത്തേക്ക് ചാടുന്നവരെ നമ്മൾ കാണുന്നില്ലേ? പരപുരുഷനെ അന്വേഷിച്ച് പോകുന്ന സ്ത്രീകൾ, പരസ്ത്രീകളെ അന്വേഷിച്ച് പോകുന്ന പുരുഷന്മാർ. നോക്കൂ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ നമ്മളുടെ നിയന്ത്രണത്തിൽ നിന്നും കുതറി മാറി പോകാനുള്ള പ്രവണത കാണിക്കും. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ നമ്മൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മളുടെ ശത്രുക്കളായിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ നമുക്ക് ശത്രുക്കളായിട്ട് മാറും. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ മദനം ചെയ്യണം. ഇവിടെ ഈ ഇന്ദ്രിയ മഥനം തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത്? കാളിയമർദ്ദനം. ദേഹാഭിമാനികളായിട്ടുള്ള നമ്മൾ,
ദേഹാഭിമാനികളായിട്ടുള്ള നമ്മളുടെ ഇന്ദ്രിയങ്ങളെ മഥനം ചെയ്യണം. അതിനെവിടെ ചവിട്ടണം? എവിടെ ചവിട്ടണം? ഇവിടെ തന്നെ ചവിട്ടിയേ മതിയാവും. അപ്പം കാളിയൻ നമ്മളിൽ നിന്ന് അന്യനാണെന്ന് കരുതരുത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭാഗവത കഥകള് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഈ കഥകള് മാത്രം നമ്മൾ കേട്ടാലും നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധം വരത്തില്ല. അതോടുകൂടി അത് കഥകളായിട്ട് മാത്രം അവശേഷിക്കും. പക്ഷെ ഇതിലെ കഥകളും കഥാപാത്രങ്ങളും നമ്മൾ ഓരോരുത്തരുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുമ്പോൾ, നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുമ്പോൾ ആ കഥകൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ നാം ശ്രമിക്കും. ഒരു സംശയം വേണ്ട, ഇതെൻ്റെ കഥയാ എന്നൊരു തോന്നൽ വന്നാലോ, ഇതിലെ കഥാപാത്രം ഞാനാണെന്നൊരു തോന്നൽ വന്നാലോ, കൂടുതൽ താല്പര്യത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളും. യാതൊരു വിധമായിട്ടുള്ള സംശയവും വേണ്ട. അപ്പോൾ ഇന്ദ്രിയ മഥനമാണ് അവിടെ നടക്കുന്നത്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ ഭാവത്തിൻ്റെ നാശമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാളിയൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഞാനെന്ന് പറയുന്ന ഭാവത്തെ നശിപ്പിക്കുകയാണ്, അല്ലാതെ കാളിയനെ നശിപ്പിക്കുകയല്ല. ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴേ അവിടെ എഴുതി വച്ചിരിക്കും ശത്രുസംഹാര പുഷ്പാഞ്ജലി. ശത്രുസംഹാര പുഷ്പാഞ്ജലി ആരുടെ പേരെന്നാണോ എഴുതുന്നത്? ഒരമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രത്തിലെ മേൽശാന്തിയോട് ചോദിച്ചു അത്രേ, ശത്രുസംഹാര പുഷ്പാഞ്ജലിക്ക് എൻ്റെ പേരെഴുതണോ മരുമോടെ പേരെഴുതണോ? എൻ്റെ പേരെഴുതണോ മരുമോടെ പേരെഴുതണോ? അപ്പൊ ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ നാം ധരിക്കുന്നത് എന്താ? നമുക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ആ വ്യക്തി അവർ നശിക്കണം, അതിനു വേണ്ടിയിട്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തുന്നു എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആർക്കും ശത്രുക്കളൊന്നുമല്ല. നമ്മളുടെ ശത്രു യഥാർത്ഥത്തിൽ നാം നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നവരല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവരാ. നേരത്തെ പറഞ്ഞല്ലോ 8 പേര് പറഞ്ഞല്ലേ, 8 പേര് നമ്മൾ പറഞ്ഞല്ലേ: കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, രാഗം, ദ്വേഷം. ഇവരാണ് യഥാർത്ഥ ശത്രുക്കൾ. അവർ പൂർണ്ണമായിട്ടും ശത്രുക്കൾ തന്നെയാണ്. പിന്നെ ചില മിത്രങ്ങളുണ്ട്, അവർ മിത്രങ്ങൾ തന്നെ, പക്ഷേ ചില സമയം ശത്രുക്കളായിട്ട് മാറും. അതാരാ? ഇപ്പം പറഞ്ഞ 5 പേര്: കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. അവർ മിത്രങ്ങളാ നമുക്ക്. അവരുള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ സാധിക്കുന്നത്, ഭഗവാനെ കാണാൻ സാധിക്കുന്നത്, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കുന്നത്, നാമം ജപിക്കാൻ സാധിക്കുന്നത്. മിത്രങ്ങൾ തന്നെയാണ്. പക്ഷെ ചില സമയം ഈ മിത്രങ്ങൾ ശത്രുഭാവത്തിലായി പോകും. അപ്പോൾ ഈ മിത്രങ്ങളെ എന്നും മിത്രങ്ങളായിട്ട് തന്നെ നിലനിർത്തണം. അതിനെന്താ വേണ്ടുന്നത്? ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഇന്ദ്രിയ മഥനം ആവശ്യമാണ്. ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട്, ഈ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ഒതുക്കി നിർത്താൻ പഠിക്കണം, അല്ലെങ്കിൽ ജീവിതം സമ്പൂർണ്ണ പരാജയമാകും. അങ്ങനെ പരാജയപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ഈ ഇന്ദ്രിയ മഥനങ്ങൾ ഉണ്ടാകണം, കാളിയ മർദ്ദനം ഉണ്ടാവണം. അപ്പോഴെന്താ? ആ മിത്രങ്ങളെന്നും മിത്രങ്ങളായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമുള്ള ആ കാളിയൻ്റെ ശിരസിലായിരുന്നു ഭഗവാൻ പ്രഹരമേൽപ്പിച്ചത്. അതോടുകൂടി ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ലാതായി. ആ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം ഇല്ലാതായപ്പോഴ എന്താ ഉണ്ടായേ? തിരിച്ചറിവുണ്ടായി, ജ്ഞാനമുണ്ടായി. തിരിച്ചറിവുണ്ടായി, ജ്ഞാനമുണ്ടായി. ആ സമയത്ത് ആ കാളിയൻ്റെ ധർമ്മപത്നിമാര് എല്ലാവരും, അനേകം ഭാര്യമാരുണ്ടായിരുന്നു, അവരെല്ലാം ഭഗവാന്റെ മുന്നിലേക്ക് വന്നിട്ട് ആ ഭഗവാനോട്
പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹോയം ഭവത കൃതോഹിനോ പണ്ടോ സദാം ഖലു കൽമഷാപഹ യദന്തശൂകത്വമമുഷ്യദേഹിന ക്രോധോപിതേ അനുഗ്രഹ ഏവ സമ്മതാം. അല്ലയോ ഭഗവാനെ, അങ്ങ് ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ ഈ ശിക്ഷണം എന്ന് പറയുന്ന അനുഗ്രഹമാണ്. ഭഗവാൻ നമ്മളെ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നാം ഓരോരുത്തരും നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നല്ലവരായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ശിക്ഷിക്കുന്നത്. അല്ലാതെ ആരോടും ഭഗവാന് വിരോധമുണ്ടോ? ആരെയും ഇല്ലായ്മ ചെയ്യുന്നതാണോ ആ ഭഗവാന്റെ ശൈലി? അല്ല. ഓരോരുത്തരെയും ശിക്ഷിക്കുക വഴി അവരെ ആ നന്മയിലേക്ക് മടക്കിക്കൊണ്ടുവരിക, സത്വഗുണത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു ആരുടെ ലക്ഷ്യം? ഭഗവാന്റെ ലക്ഷ്യം. ഭഗവാൻ ഒരുപാട് അസുരന്മാരെയും ഒക്കെ നിഗ്രഹിക്കുന്നുണ്ട് ഭാഗവതത്തിൽ. യഥാർത്ഥത്തിൽ ഇവർക്കെല്ലാം ഭഗവാൻ മുക്തി കൊടുക്കുകയായിരുന്നു. മുക്തി മുക്തി എന്ന് ഒരുപാടിടത്ത് പ്രയോഗിച്ച് കാണുന്നുണ്ട്. എന്താ മുക്തി? എന്താ മുക്തി? മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. അപ്പൊ മോക്ഷം എന്താ? മോക്ഷം എന്താ? മുക്തി എന്ന് പറഞ്ഞാൽ നാം എവിടെ നിന്ന് വന്നോ അവിടേക്കുള്ള ലയമാണ് മുക്തി എന്ന് പറയുന്നത്. നാം എവിടെ നിന്നാ വന്നത്? എവിടെ നിന്നാ വന്നേ? അതെ, നാം എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ ചന്ദ്രശേഖരൻ നായരുടെയും സാവിത്രി അമ്മയുടെയും സന്താനമായിട്ട് വന്നു എന്നല്ല പറയേണ്ടുന്നത്. മറിച്ചോ ഈശ്വരനിൽ നിന്നാണ് വന്നത്. അപ്പം നമ്മുടെ മാതാപിതാക്കളോ അവർ കാരണങ്ങളാണ്. എങ്ങനെയുള്ള കാരണം? ആപേക്ഷികമായിട്ടുള്ള കാരണങ്ങളാ. ആത്യന്തികമായിട്ടുള്ള കാരണം ഏതാ? ഈശ്വരനാണ്. അപ്പോൾ നമ്മളുടെ സൃഷ്ടികർത്താവ് ആരാ? ഈശ്വരനാ. എവിടെ നിന്ന് വന്നു? ഈശ്വരനിൽ നിന്ന് വന്നു. ആ ഈശ്വരൻ എവിടെയുണ്ടിപ്പോ? ആ ഈശ്വരൻ എവിടെയുണ്ട്? നിത്യം ചിത്തസ്ഥിതമേ, നിത്യം ചിത്തസ്ഥിതമേ എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഞാൻ എവിടേക്കാ പോകണ്ടേ? ഞാൻ എവിടേക്കാ പോകണ്ടേ? ബാക്ക് ടു ദ ഒറിജിനൽ കോസ് എന്ന് പറയും. എവിടെ നിന്ന് വന്നോ അവിടേക്ക് മടങ്ങണം. അതാണ് ലയം. ആ ലയം സംഭവിച്ചാലോ എന്താ നേട്ടം? വീണ്ടും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ജീവനായിട്ട് അങ്കുരിക്കേണ്ട കാര്യമില്ല. ജനന ദുഃഖം അനുഭവിക്കേണ്ട. ഇവിടെ കാവലം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കപിലോപദേശം. ജനന ദുഃഖം അനുഭവിക്കേണ്ട, സംസാര ദുഃഖം അനുഭവിക്കേണ്ട, മരണ ദുഃഖം അനുഭവിക്കേണ്ട. ഈ ലയം സാധ്യമല്ലെങ്കിലോ വീണ്ടും ജന്മങ്ങളിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. പുനരഭി ജനനം, പുനരഭി മരണം. അപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ജന്മങ്ങൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഭഗവാൻ ലയിച്ച് ചേർന്നായിരുന്നെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുവോ? ഇല്ല. ആ ലയം സാധ്യമാകാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത്? ആണല്ലോ. ഇനി എത്ര എടുക്കേണ്ടി വരും ആർക്കറിയാല്ലേ? അപ്പം ആ ലയമാണ് എന്ത്? മുക്തി. അപ്പോൾ ഭഗവാൻ ചില അസുരന്മാരെ നിഗ്രഹിച്ചു. അവർക്ക് വീണ്ടും ഒരു ജന്മം ഉണ്ടാകുന്നില്ല. ഹിരണ്യാക്ഷനില്ല. അവർ ശാപഗ്രസ്തരായിരുന്നു. അവർക്ക് വീണ്ടും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും വീണ്ടും 2 ജന്മങ്ങൾ കൂടി എടുക്കണം എന്ന് പറയുന്നുണ്ട് അവരുടെ കാര്യത്തിൽ. അവർ പിന്നീട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും രാവണനും കുംഭകർണനുമായിട്ട് ജനിക്കുന്നു. ശിശുപാലനും ദന്തഭക്തനുമായിട്ടൊക്കെ ജനിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അത് ശാപം കിട്ടിയതുകൊണ്ടാണ്. സനൽകുമാര മഹർഷിയുടെ, സനകാദി മഹർഷിമാരുടെ ശാപം കിട്ടിയതുകൊണ്ടാണ്. എന്നാൽ മറ്റുള്ള അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നു, മരണമുണ്ടാകുന്നു. അതോടുകൂടി അവര് ഭഗവാനെ പ്രാപിക്കുന്നു, മുക്തിയെ പ്രാപിക്കുന്നു. അവർക്ക് പിന്നൊരു ജന്മം ഉണ്ടാകുന്നില്ല. നോക്കൂ, അപ്പോൾ ഭഗവാന്റെ എല്ലാ നിഗ്രഹങ്ങളും എന്താ? അനുഗ്രഹമാണ്. അനുഗ്രഹിക്കുകയായിരുന്നു ഭഗവാൻ. ചിലർക്ക് ശാപമോഷം കിട്ടുന്നുണ്ട്, പലരും ശപിക്കുന്നു. ഒടുവിൽ ആ ഭഗവാന്റെ
പാദസ്പർശം ഏൽക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ കുറേ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. ചിലർ മുക്തിക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഭഗവാൻ കൊടുക്കുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഭഗവാന് ആരോടും ശത്രുതയില്ല. കാരണം ഈ കാളിയനെ സൃഷ്ടിച്ചതും ആരാ? ഈശ്വരനാ. പക്ഷേ പൂർവജന്മത്തിലെ കർമ്മഫലം കൊണ്ടാവും ഈ ഒരു രൂപം സ്വീകരിക്കേണ്ടതായിട്ട് വന്നത്. കാളിയനായിട്ട്, സർപ്പമായിട്ട്, ആരാലും വെറുക്കപ്പെടുന്നവനായിട്ട് ഈ ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ട് വന്നത്. അത് കാളിയൻ തന്നെ പറയുന്നുണ്ട്, ഭഗവാനെ, എൻ്റെ പൂർവജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാവാം ഞാൻ ഈ ജന്മത്തില് ഇങ്ങനെ ഒരു നാഗമായിട്ട്, സർപ്പമായിട്ട് ജനിച്ചത്. നോക്കൂ, അവിടെ കാളിയന് മുക്തിയല്ല കൊടുക്കുന്നത്. കാളിയന്റെ അഹംബോധം നശിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞേക്കുക. ചിലർക്കത് മുക്തിയാ. ഭഗവാന്റെ കൈകൊണ്ട് ചിലരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്, അത് മുക്തിയാ. മറ്റു ചിലര് ശാപമോക്ഷം നേടുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഭഗവാന്റെ ആ ബാല്യകാലഘട്ടത്തിലാണ് ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാളിയന്റെ ധർമ്മപത്നിമാര് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇവന് ശിക്ഷ ആവശ്യമായിരുന്നു. ഇവന്റെ കർമ്മങ്ങളെ, പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ ഇന്ന് വരെ ആരും മുതിർന്നിട്ടില്ല. ഭഗവാൻ നൽകുന്ന ശിക്ഷ അവനെ നന്മയിലേക്ക് നയിക്കാനാണ്, ഞങ്ങളുടെ ഭർത്താവിനെ നന്മയിലേക്ക് നയിക്കാനാണ് എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഭഗവാൻ ഒരാളെ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ പാപം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ശിക്ഷ ലഭിച്ചാൽ നമ്മളുടെ പാപം നശിക്കും. അപ്പോൾ അങ്ങയുടെ ക്രോധം പോലും ഒരു അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. അങ്ങയുടെ ക്രോധം പോലും അനുഗ്രഹമാണ്. തദ സുതപ്തം കിമനേന പൂർവം നിരസ്തമാനേന ച മാനദേന ധർമ്മോധവാ സർവജനാനുകമ്പയാ യദാം ഭവാം സ്തുഷ്യതി സർവജീവാം. അല്ലയോ ഭഗവാനെ, ഈ കാളിയൻ ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം കഴിഞ്ഞ ജന്മത്തിൽ പ്രവൃത്തി നീചമായിരുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇത്തവണ ഇങ്ങനെയൊരു ജന്മം ഉണ്ടായത്. എങ്കിലും ഇവൻ എപ്പോഴോ ഒരു നന്മ ചെയ്തിട്ടുണ്ടാവും, ആർക്കെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈശ്വര സ്മരണ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഇവന് ഭഗവാന്റെ പാദസ്പർശമേൽക്കാൻ വിധിയുണ്ടായത്. അപ്പോൾ കഴിഞ്ഞ ജന്മം നല്ലതായിരുന്നില്ല എന്ന് വ്യക്തമാണ്. ആ രൂപം സൂചിപ്പിക്കുന്നത് തന്നെയാണ്, പ്രവൃത്തികൾ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ ഒരു ഈശ്വര സ്മരണ ഉണ്ടായിരിക്കാം, ആരെങ്കിലും സേവിച്ചിട്ടുണ്ടാവാം, ഏതെങ്കിലും തരത്തിലുള്ള ദാനധർമ്മമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പം നാം ഏത് തരത്തിലുള്ള കർമ്മങ്ങളാണോ ചെയ്യുന്നത് ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചേ മതിയാവും. നാം ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കണമെന്നില്ല. കുറച്ചൊക്കെ അനുഭവിക്കും. ശേഷിച്ചത് അനുഭവിക്കുന്ന എപ്പോഴാ? അടുത്ത ജന്മത്തിലാ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ വലത്തെ കയ്യിലൊരു സഞ്ചി കാണും. സഞ്ചിയിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ കർമ്മങ്ങൾ ഇട്ടിട്ടുണ്ടാവും, ഫലങ്ങളായിട്ട്, കർമ്മഫലങ്ങളുമായിട്ടാണ് വരുന്നത്. വലത്തെ കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ വലത്തെ കൈ കാണുന്നില്ലെന്നേ ഉള്ളൂ. കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ സഞ്ചിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ സഞ്ചിതമായിട്ടുള്ള ഈ ഫലങ്ങള്, കർമ്മഫലങ്ങള് മൂത്ത് പഴുക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു പഴം ശരിയായ വിളവുണ്ടായി പഴുത്തതാണെങ്കിൽ തിന്നാൻ നല്ലതല്ലേ, വിളഞ്ഞു പഴുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ചിലത് പഴുത്ത് അളിഞ്ഞു പോകത്തില്ലേ? രണ്ടും ഫലങ്ങൾ തന്നെ. അളിഞ്ഞ ഒരു പഴം നമ്മളെടുത്ത് ഭുജിക്കുവോ ഭക്ഷിക്കുവോ? ഇത് അളിഞ്ഞതാണെന്ന് പറയും. അപ്പോൾ ചിലത് പാകമെത്തുമ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റും. എന്തുകൊണ്ടാ?
കഴിഞ്ഞ ജന്മത്തിൽ കുറേയേറെ നന്മ ചെയ്തിട്ടുണ്ട്, നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം ഭുജിക്കണം. വിളഞ്ഞു മൂത്തിരിക്കുക, ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ ആ കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതെന്താ? സൗഭാഗ്യമാണ്, ഭുക്തിയാണ്. അപ്പം ജീവിത സുഖം അനുഭവിക്കാൻ യോഗമുണ്ടായി. മറ്റു ചിലരുടെ സഞ്ചിയിലുണ്ട് ഈ പഴങ്ങൾ. എന്താ അത്? വിളയുന്നതിന് മുൻപിട്ടേ അങ്ങ് പഴുത്തു എന്ന് മാത്രമല്ല, പെട്ടെന്ന് തന്നെ അങ്ങ് അളിയുകയും ചെയ്തു. വല്ലാത്ത ഗന്ധം. അളിഞ്ഞഴിയുമ്പോഴത്തേക്ക് ഈ ക്ഷുദ്രജീവികൾ വരും, ഈച്ചയും കൊതുവും ഒക്കെ ചുറ്റും വട്ടം പറക്കുക. അതോടുകൂടി ജീവിതം ദുഃഖമയമായി, ദുരിതപൂർണമായി. ഇതും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാ. കഴിഞ്ഞ ജന്മത്തിൽ നല്ലതൊന്നും ചെയ്തിട്ടില്ല, ആ കർമ്മഫലമായിട്ട് ഇവിടെ വന്നു, ശരിയായ രീതിയിൽ വിളഞ്ഞു പഴുത്തില്ല, അങ്ങ് അളിഞ്ഞുപോയി. അന്ന് മുതൽ ജീവിതം ദുരിതമയമാ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സഞ്ചിതം എന്ന് പറയുന്നത്. അപ്പോൾ നാം ചെയ്യുന്ന കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ കർമ്മങ്ങളുടെ ഫലത്തെ പ്രാരബ്ധ കർമ്മഫലങ്ങൾ എന്നാ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പ്രാരബ്ധമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രാരബ്ധം എന്ന് പറയുന്നില്ലേ? ഇത് ഇവിടെ വെച്ച് നേടിയെടുത്തതല്ല, കഴിഞ്ഞ ജന്മത്തിൽ നേടിയതാ. അതിൻ്റെ ഫലം എപ്പോഴാണ് അനുഭവിക്കുന്നത്? ഇപ്പോഴാണ്, ഈ ജന്മത്തിലാണ് അനുഭവിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ആ നന്മ ഫലമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താ? ഇവൻ എപ്പോഴോ ഒരു നന്മ ചെയ്തിട്ടുണ്ടാവാം, തപസ് ചെയ്തിട്ടുണ്ടാകാം, ഭഗവാന്റെ നാമം ജപിച്ചിട്ടുണ്ടാവാം, ദാനം ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് ആണ് ഇവന് ഈ ജന്മത്തിൽ ഇങ്ങനെയൊരു ഭാഗ്യമുണ്ടായത്. ഭഗവാന്റെ പാദധൂളികൾ ഇവന്റെ ശിരസിൽ പതിഞ്ഞിരിക്കുന്നു. ന നാഗപൃഷ്ടം ന ച സാർവഭൗമം ന പരമേഷ്ട്യം ന രസാധിപത്യം ന യോഗസിദ്ധീർ പുനർഭവം വാ വാഞ്ചന്തി യത്പാദരജ പ്രപന്നാം. അപ്പോൾ ഭഗവാന്റെ ആ പാദധൂളി ഏൽക്കാൻ ഭാഗ്യം ലഭിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗമോ ഭൂമിയിലെ ചക്രവർത്തി പദമോ, എന്തിന് മോക്ഷം പോലുമോ അത്തരക്കാര് ആഗ്രഹിക്കുന്നില്ല. മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ലെന്നാണ്. ഭഗവാന്റെ പാദസ്പർശം ഏൽക്കാൻ വിധിയുണ്ടായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ഭൂമിയിലെ അധികാരം നിസ്സാരമാ, സ്വർഗം നിസ്സാരമാ. എന്തിന്? അവൻ മുക്തി പോലും ആഗ്രഹിക്കുന്നില്ല എന്നാ പറയുന്നത്. അതെന്താ അങ്ങനെ? നമ്മളിപ്പോൾ സൂചിപ്പിച്ചല്ലോ, മുക്തി ഉണ്ടാകുക എപ്പോഴാ? നാം ഈ ശരീരം ഉപേക്ഷിക്കുമ്പോഴാണ് മുക്തി കിട്ടുന്നത്. മൃത്യുവിന് ശേഷമാണ് മുക്തി ഉണ്ടാകുന്നത്. എവിടെ ചെന്ന് ചേരും? ഭഗവാൻ ചെന്ന് ചേരും. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം, ഏകാന്ത ഭക്തിയുടെ പ്രതീകമായിട്ടുള്ള ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ മുക്തി ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാ? അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരും ഭഗവാനും അന്യരല്ല എന്നുള്ളൊരവസ്ഥയിലെത്തുന്നു. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാനും ഭഗവാനും അന്യരല്ല, ഭഗവാൻ എന്നിലുണ്ട്, ഞാൻ ഭഗവാനിലുണ്ട് എന്നൊരു തലത്തിലേക്ക് ഉയർന്നാൽ പിന്നെ മരിച്ചതിന് ശേഷം ഭഗവാനെ പ്രാപിക്കേണ്ട അവസ്ഥ വരുന്നോ? വിശേഷാർത്ഥത്തിൽ ചിന്തിച്ച്, ഞാനും ഭഗവാനും ഇപ്പോൾ തന്നെ ഒന്നാണെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം പിന്നെ ഭഗവാനെ പ്രാപിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതൊരു വിശേഷാർത്ഥ. അപ്പോൾ ഇങ്ങനെ പലയിടങ്ങളിലും കാണാൻ സാധിക്കും. അങ്ങനെ ആ കാളിയൻ്റെ പത്നിമാര് ഭഗവാനെ സ്തുതിക്കുക. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനേ. ഭഗവാനും പുരുഷനും
പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനുമായിട്ടുള്ള അങ്ങേക്ക് പ്രണാമം. എന്താ പുരുഷൻ, എന്താ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും കാപിലം പറഞ്ഞപ്പോൾ. ആരാ പുരുഷൻ? പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിരിക്കുന്ന ചേട്ടന്മാരെന്നല്ല ധരിക്കണ്ടേ. പരമപുരുഷൻ ഈശ്വരൻ. പ്രകൃതിയോ? ഈ കാണുന്നതെല്ലാം പ്രകൃതിയാ. നമ്മളുടെ കണ്ണുകൊണ്ട് നാം കാണുന്നതെല്ലാം പ്രകൃതിയാ. അപ്പോൾ ഈ പ്രകൃതിയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം. പരമപുരുഷനായിട്ടുള്ള ഈശ്വരനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ആ ചൈതന്യം ഇവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് സത്യം. അല്ലാത്തതൊക്കെ അസത്യങ്ങളാണ് എന്നെങ്ങനെയാ പറയാൻ സാധിക്കുന്നത്? ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അങ്ങ് കറണ്ട് പോയി, എൻ്റെ ശബ്ദം നിലച്ചു. അപ്പം നമ്മൾ എന്ത് പറയും? കറണ്ട് പോയെന്ന് പറയും. എന്താ ഇവിടുന്ന് കറണ്ട് എണ്ണിച്ചോടി മതിൽ ചാടി പോകുന്നത് കണ്ടോ? എന്നിട്ടും പറയുന്നുണ്ടല്ലോ കറണ്ട് പോയെന്ന്. ഇന്നവരെ ആരും ഈ കറണ്ടിനെ കണ്ടിട്ടില്ല. ഇത്തിരി കഴിയുമ്പോൾ വന്നു, ഇതോ വന്നെന്ന് പറയും. ഇതിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു ഊർജം അഥവാ ചൈതന്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ നമ്മൾ. ഏത് പാതിരാത്രിയിലാണെങ്കിലും വിശ്വസിക്കാനുള്ള കാരണം എന്താ? അതിന് ഉപാധി വേണ്ടേ? വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് നമ്മളത് തിരിച്ചറിയുന്നത്. ആ ഉപകരണങ്ങൾ നിശ്ചലമാകുമ്പോൾ കറണ്ട് പോയെന്ന് പറയും, വൈദ്യുതി പോയെന്ന് പറയും. വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വൈദ്യുതി വന്നു എന്ന് പറയും. അപ്പോൾ ഈ വൈദ്യുതി കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഊർജമുണ്ട്, ചൈതന്യമുണ്ട് എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഈശ്വരനും. ഈശ്വരൻ്റെ ആ ചൈതന്യം കൊണ്ടാണ് ഈ പ്രകൃതി ഇങ്ങനെ തേജോമയമായിരിക്കുന്നത്. പ്രകൃതിയുടെ ഭാഗങ്ങളാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഈ കാണുന്നതെല്ലാം പ്രകൃതിയാണ്. അപ്പോൾ നമ്മളൊക്കെ ചലിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്, പറയാൻ സാധിക്കുന്നതും ഒക്കെ ആ പരമപുരുഷനായിട്ടുള്ള ഈശ്വരൻ്റെ ചൈതന്യം കൊണ്ടാണ്. അപ്പോൾ ഈശ്വരൻ്റെ ചൈതന്യം പ്രകടമാകുന്നതിനുള്ള ഉപാധികൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. ഈശ്വരനുള്ളത് കൊണ്ടാണ് ഈ പ്രകൃതി ചലനാത്മകമാകുന്നത്. ഈശ്വരനില്ലെങ്കിൽ ഈ പ്രകൃതി വെറും ജഡമാണ്. നോക്കൂ, ഈ തത്വമാണ് കാബിലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ തത്വമാണ് ഇവിടെ വീണ്ടും വരുന്നത്. ഈശ്വരനുള്ളത് കൊണ്ടാണ് ഈ പ്രകൃതി ചൈതന്യവത്താകുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം പ്രകൃതിയാ. നമ്മളും സസ്യലതാദികളും ജന്തുജാലങ്ങളും സൂര്യനും ചന്ദ്രനും നവഗ്രഹങ്ങളും എല്ലാം പ്രകൃതിയുടെ ഭാഗം തന്നെ. അത് ചൈതന്യവത്താകുന്നത്. ഈശ്വരൻ ഇല്ല എങ്കിൽ, ഈശ്വര ചൈതന്യം ഇല്ല എങ്കിൽ ഈ പ്രകൃതി ജഡമാ. അതിന് ചലിക്കാൻ സാധിക്കുമോ? ഇല്ല. ഇതാണ് പ്രകൃതി പുരുഷ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്ന നീ പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുകൂടി പറയുന്നു. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മളൊരു ഉദാഹരണം പറഞ്ഞതാ. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ വൈദ്യുതി പോലെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ വൈദ്യുതി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഈശ്വരനും ഉണ്ട്. വൈദ്യുതി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഉപകരണങ്ങളിൽ കൂടിയാണ്, അല്ലേ? വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ കൂടിയാണ് തിരിച്ചറിയുന്നത്. അതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും കൂടിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശ്വരനുണ്ട് എന്ന്. ഈ പ്രകൃതി തന്നെയാണ് ഈശ്വരനുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള തെളിവ്. അപ്പോൾ നീ പ്രകൃതിയുടെ ഭാഗമാണ്, അതേസമയം പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ ഈ കാളിയൻ്റെ ധർമ്മപത്നിമാര് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാനും സംപ്രീതനായി. കാളിയൻ തന്നെ ഭഗവാനോട് പറയുന്നു, ഭഗവാനെ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നല്ലതൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം ഉണ്ടായത്. ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ
ഭഗവാൻ തന്നെയല്ലേ എന്നെ സൃഷ്ടിച്ചത്? ദേവനെ സൃഷ്ടിച്ച ഈശ്വരൻ തന്നെയല്ലേ അസുരനെയും സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ച ഈശ്വരൻ തന്നെയല്ലേ ആ തെരുവ് നായ്ക്കളെയും സൃഷ്ടിച്ചത്? ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പം ആണല്ലോ. ഭഗവാനെ, നീ തന്നെയാണ് ഒരർത്ഥത്തിൽ എന്നെ സൃഷ്ടിച്ചത്, തമോ ഗുണപ്രധാനിയായിട്ടുള്ള എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ തെറ്റെനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞ് ആ ഫണങ്ങൾ താഴ്ത്തി ഭഗവാനെ നമിക്കുക. ഭഗവാൻ കാളിയനോട് പറയുന്നുണ്ട്, നീ കാളിന്തി വിട്ടു പോകണം, ആ രമണകം എന്ന് പറയുന്ന ദ്വീപിലേക്ക് തന്നെ മടങ്ങിപ്പോവും. അവിടെ എന്തുകൊണ്ടാണ് കാളിയൻ ഈ കാളിന്തിയിൽ വന്ന് പാർത്തത്? ആ കഥയും പിന്നീട് പറയുന്നു. ഭഗവാന്റെ വാഹനമായ മനസ്സിന്റെ വേഗതയുടെ പ്രതീകമായ ഗരുഡൻ. അതെന്താ മനസ്സിന്റെ വേഗത? നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ നിമിഷ നേരം കൊണ്ട് വേണമെങ്കിൽ ദുബായിലും ന്യൂയോർക്കിലും ഒക്കെ ഒന്ന് പോയി മടങ്ങി വരും. അതാ മനസ്സിന്റെ വേഗത. ഈ വേഗതയാണത്രേ ഗരുഡനുള്ളത്. ആ ഗരുഡൻ വിശപ്പ് സഹിക്കാതെ കാളിന്തിയിലെ മത്സ്യങ്ങളെ പിടിച്ചു ഭക്ഷിച്ചു. അപ്പം അവിടെ ഒരു മഹർഷി ഉണ്ടായിരുന്നു, സൗഭരി എന്നായിരുന്നു മഹർഷിയുടെ പേര്. ഈ മഹർഷിക്ക് ആ കാളിന്തി രമണകം എന്ന് പറയുന്ന ദ്വീപിലെ ആ രമണകം എന്ന് പറയുന്ന ദ്വീപിലായിരുന്നു ആദ്യം ഈ കാളിയൻ പാർത്തിരുന്നത്. പിന്നീടാണ് എവിടേക്ക് വരുന്നത്? കാളിന്തിയിലേക്ക് താമസം മാറ്റുന്നത്. അപ്പോൾ ഈ മത്സ്യങ്ങളെ പിടിച്ച് തിന്നപ്പോൾ മഹർഷിക്ക് അതിഷ്ടമായില്ല. കാരണം കുഞ്ഞുങ്ങൾ എന്ന പോലുള്ള സ്നേഹമായിരുന്നു ആർക്ക്? മഹർഷിക്ക് ആ മത്സ്യങ്ങളോട്. ഗരുഡനോട് പറയുന്നുണ്ട്, ഈ എൻ്റെ മക്കളായിട്ടുള്ള ഈ മത്സ്യങ്ങളെ നീ ഭക്ഷിക്കരുത്, ഭുജിക്കരുത് എന്ന് പറയുന്നു. പക്ഷെ ഗരുഡൻ വിശപ്പ് മൂലം അത് കേട്ടില്ല. വീണ്ടും ആ കാളിന്തിയിലെ മത്സ്യങ്ങളെ പിടിച്ച് ഭുജിച്ചു. കോപിഷ്ഠനാകുന്ന മുനി ശപിക്കുകയാണ്, ഇനി ഈ കാളിന്തിയിലെ മത്സ്യങ്ങളെ നീ പിടിച്ചു തിന്നാലും നീ മരിക്കും എന്ന് ശപിച്ചു. അതോടുകൂടി ഗരുഡൻ ഈ കാളിന്തിയിൽ വരാതായി. കാരണം വന്നു കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളെ കൊത്തി തിന്നണമെന്ന് തോന്നും, ശാപം ഫലിക്കുകയും ചെയ്യും. അപ്പം ഇവിടെയും ഒരു വിരോധാഭാസമുണ്ട്. ആരാ മഹർഷി? എല്ലാ തരത്തിലുള്ള മമതാബന്ധങ്ങളും ഉപേക്ഷിച്ചവനാണത്രേ മഹർഷി. എല്ലാം ഉപേക്ഷിച്ച് മഹർഷിയായിട്ട് മാറി, സന്യാസിയായിട്ട് മാറി. പക്ഷേ ഈ മമതാബന്ധം അപ്പോഴും പോയില്ല. ഈ മത്സ്യങ്ങളോട്, കാളിന്തി നദിയിലെ മത്സ്യങ്ങളോട് മമതാബന്ധമായി. ജഡഭരതന്റെ കഥ പറഞ്ഞല്ലോ. എല്ലാം ഉപേക്ഷിച്ച് അധികാരവും രാജ്യവും ഭാര്യയെയും പുത്രമിത്ര കളത്രാദികളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് എവിടെ പോയി? പുലഹാശ്രമത്തിലേക്ക് പോയി. ഇടകീ നദിയുടെ തീരത്തുള്ള പുലഹാശ്രമത്തിലേക്ക് പോയി. ഭഗവാനിലേക്ക് ചെന്ന് ചേരാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാം ഉപേക്ഷിച്ചത്. എന്നാൽ എല്ലാം ഉപേക്ഷിക്കുന്നതിനായിട്ട് വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് വന്ന ആ രാജാവ് ഒടുവിൽ ഒരു മാൻപേടയിൽ ആസക്തനായിട്ട് മാറി. ആ മാൻപേടയെ എടുത്ത് വളർത്തുന്നു. തൻ്റെ ലക്ഷ്യം എന്താണ് എന്നതുപോലും മറന്നുപോയി. അന്ത്യകാലത്ത് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കേണ്ടുന്ന സമയത്ത് പോലും ഇദ്ദേഹം ചിന്തിച്ചത് ഈ മാനിനെ കുറിച്ചാ. എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ ഈ കുഞ്ഞിന് ആരുണ്ടാകും? മാനിനെ കുറിച്ച് ചിന്തിച്ച് ഭരതൻ അടുത്ത ജന്മത്തിൽ ഒരു മാനായിട്ട് ജനിച്ചു. നോക്കൂ, എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ച് കാട്ടിൽ വന്നു ഭഗവാനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ വിധി അവിടെ മറ്റൊരു തലത്തിലാണ് പ്രവർത്തിച്ചത്. സംഘത്തിന് വിധേയനാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മമതാബന്ധത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായിട്ട് ആ പുലഹാശ്രമത്തിലേക്ക് വന്ന രാജാവ് വീണ്ടും മമതാബന്ധത്തിന് വിധേയനാവുകയും വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. അടുത്ത ജന്മം ഏതായിരുന്നു? ഒരു മൃഗമായിട്ടായിരുന്നു, മാനായിട്ടായിരുന്നു. അതാണ് മമതാബന്ധം. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചവനാണ് സന്യാസി. പക്ഷെ കാളിന്തിയിലെ ആ മത്സ്യങ്ങളോട് അദ്ദേഹത്തിന് വാത്സല്യമുണ്ടായി. വാത്സല്യം എന്നല്ല, മമതാബന്ധം തന്നെ ഉണ്ടായി.
യഥാർത്ഥത്തില് ദുർബലൻ ബലവാൻ ഇരയാകുന്നത് പ്രകൃതി നിയമമാണ്. കാട്ടിൽ സാധു ജീവികളുണ്ടല്ലോ, മാനും മുയലും അതുപോലുള്ള സാധു ജീവികളുണ്ട്. അതുപോലെ തന്നെ ഹിംസ്ര ജന്തുക്കളുമുണ്ട്, സിംഹവും കടുവയും പോലെയുള്ളത് അല്ലേ. ഈ ഹിംസ്ര ജന്തുക്കള് ഈ സാധു ജീവികളെ വേട്ടയാടി വധിച്ച് ഭക്ഷണമാക്കുന്നു. ഇവിടെ ഈ പ്രകൃതി നിയമം എല്ലാവർക്കും ബാധകമാണ്. സിംഹം മാനിനെ വേട്ടയാടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വിശപ്പകറ്റുന്നതിന് വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ അതിൻ്റെ പ്രാണൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാ. സിംഹത്തെ കാണുമ്പോൾ മാൻ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതിൻ്റെ പ്രാണൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാ. അപ്പോൾ രണ്ട് ജീവികളും ചെയ്യുന്നത് ധർമ്മമാണെന്ന് മനസ്സിലാവും. സിംഹം അധർമ്മമൊന്നും അല്ല ചെയ്യുന്നത്. കാരണം നിലനിൽപ്പ് അതിൻ്റെ ആവശ്യമാണ്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അത് പട്ടിണി കിടന്ന് മരിക്കും. സ്വന്തം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സിംഹം സാധു ജീവികളെ ആക്രമിക്കുന്നത്. അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ? നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ? ഈ മാൻ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാ. അതും നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ? നോക്കൂ, ഈ പ്രകൃതിയിൽ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പം ഗരുഡൻ ഈ മത്സ്യങ്ങളെ കൊത്തിത്തിന്നുന്നു. എന്തിനു വേണ്ടിയിട്ടാ കൊത്തി തിന്നത്? ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാ, വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാ. പക്ഷെ ഇവിടെ ശപിച്ചു. അപ്പോൾ ഇവിടെ ഈ മമതാബന്ധം വിട്ടൊഴിഞ്ഞ് നമുക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കില്ലെന്നാ പറയുന്നത്. ഈ മമതാബന്ധം പലതരത്തിലാ. എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മകള്, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ ബാങ്ക് ബാലൻസ്, ഇതൊക്കെയാ മമതാബന്ധം എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പ്രായമായ ഒരു കാർന്നോപ്പാട് മരിച്ചു. 90 വയസ്സുണ്ടായിരുന്നു. മക്കളെ, കൊച്ചുമക്കളൊക്കെ നല്ല നിലയിലാണ് ജീവിച്ചിരിക്കുന്നത്, ഡോക്ടർമാരൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വലതേ കൈ ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുക, വിരലുകൾ നിവർത്താൻ സാധിക്കുന്നില്ല. കൊച്ചുമക്കളെ ഡോക്ടർമാരുണ്ടായിരുന്നു. വന്ന് കുറേ പണിപ്പെട്ട് ഈ മുറുകെ പിടിച്ചിരുന്ന വലതേ കൈപ്പത്തി എന്ത് ചെയ്തു? നിവർത്തിയെടുത്തു. അപ്പം കണ്ട എന്താണെന്നറിയാമോ? അലമാരയുടെ താക്കോല്. പ്രാണൻ പോകുന്ന സമയത്ത് കാർന്നോപ്പാട് എന്ത് ചെയ്തു? ഗുരുവായൂരപ്പാന്ന് വിളിച്ചില്ല, അലമാരയുടെ താക്കോൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. ഇതാ മമതാബന്ധം. പറ്റുമെങ്കിൽ ഇത് കൂടി കൊണ്ടുപോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റാത്തത് കൊണ്ടല്ലേ കൊണ്ടുപോകാത്തേ? പറ്റാത്തത് കൊണ്ടല്ലേ? അപ്പം ഈ മമതാബന്ധത്തെ ഉപേക്ഷിക്കാൻ സന്യാസിമാർക്ക് പോലും സാധിക്കുന്നില്ല എന്നാണ് ഈ സന്ദർഭം വ്യക്തമാക്കുന്നത്. അപ്പം ശാപം കിട്ടിയതുകൊണ്ട് ഗരുഡൻ പിന്നെ ആ കാളിന്തിയിലേക്ക് വരാതായി. അവൻ ഈ ഗരുഡൻ ധാരാളമായിട്ട് ഈ സർപ്പങ്ങളെ പിടിച്ച് ഭക്ഷിച്ചു തുടങ്ങി, നാഗങ്ങളെ പിടിച്ച് ഭക്ഷിച്ചു തുടങ്ങി. ഈ നാഗഗണങ്ങളെല്ലാം കൂടി ബ്രഹ്മാവിൻ്റെ മുന്നിൽ ചെന്നിട്ട് തങ്ങളുടെ ദുഃഖം പറഞ്ഞു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വംശമില്ലാതാവും, നാഗങ്ങളുടെ വംശമില്ലാതാവും. അപ്പം ഗരുഡനെ വിളിക്കുന്നു ബ്രഹ്മാവ്. ഒരു ധാരണയിലെത്തി. എല്ലാ അമാവാസി നാളിലും ഗരുഡന് ബലി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഈ നാഗവംശം നശിക്കില്ല. അപ്പം നാഗങ്ങൾ എല്ലാ അമാവാസി നാളിലും ഗരുഡന് ഈ ബലി കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ കാളിയൻ ബലി കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഗരുഡന് സമർപ്പിക്കുന്ന ഈ ബലി കൂടി ഈ കാളിയൻ അപഹരിക്കുമായിരുന്നു. അങ്ങനെ കാളിയനും ഗരുഡനുമായിട്ടൊരു ചെറിയ യുദ്ധമൊക്കെ നടന്നു. തൻ്റെ ചിറക് കൊണ്ട് ഈ കാളിയനെ ഗരുഡൻ പ്രഹരിക്കുന്നുണ്ട്. ഗരുഡൻ വധിക്കും എന്ന് തോന്നിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? എവിടേക്കെങ്കിലും ഒന്ന് രക്ഷപ്പെടണ്ടേ? അപ്പോഴാണ് ഈ മുനിശാപം ഓർമ്മ വന്നത്. കാളിന്തിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഗരുഡനെ ഭയന്നാണ് ഇവിടെ വരുന്നത് കാളിയൻ കാളിന്തിയിൽ വരുന്നത്. അപ്പോൾ കാളിയൻ ആരാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തിൻ്റെ പ്രതീകമായിരുന്നു. അതിൻ്റെ മൂർധന്യാവസ്ഥയാണ് ഈ കാളിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ സർപ്പം എന്ന് പറയുന്നത് സംസാരത്തിൻ്റെ പ്രതീകമാണ്. സംസാരം എന്ന് പറഞ്ഞാൽ ഈ ജീവിത ദുഃഖങ്ങളെയാണ്, ദുരിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സർപ്പം സംസാരത്തിൻ്റെ പ്രതീകമാണ്. ഗരുഡനോ, ഗരുഡൻ ശാസ്ത്രത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. അപ്പൊ സംസാരത്തെ നശിപ്പിക്കുന്നു ആര്? ശാസ്ത്രം. അഥവാ ഗരുഡൻ സർപ്പങ്ങളെ കൊത്തിക്കൊല്ലുന്നു. അതിൻ്റെ തത്വം ഇതാണ്. ശാസ്ത്രം ഗ്രഹിക്കുമ്പോൾ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് എന്നല്ല, ഈ പുരാണ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ, ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ശാസ്ത്രങ്ങളാണ്. ഭാഗവതവും ഒരു പുരാണമാണെങ്കിലും അതിൽ പറയുന്ന പല കാര്യങ്ങളൊക്കെ തന്നെയും എന്താണ്? ശാസ്ത്രം തന്നെയാണ്, തത്വങ്ങളാണ്. ആ ശാസ്ത്രങ്ങൾ ഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ തത്വങ്ങൾ ഗ്രഹിക്കുമ്പോൾ ഈ സംസാരത്തിൽ നിന്ന് മുക്തി കിട്ടും. അതാണ് ഗരുഡൻ സർപ്പങ്ങളെ കൊത്തിക്കൊല്ലുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗരുഡനോട് പറയുന്നു, അല്ല, കാളിയനോട് പറയുന്നു, ഇവിടെ നിന്ന് പോകണം, നീ രമണകം ദ്വീപിൽ തന്നെ ചെന്ന് വസിക്കുക. അപ്പോൾ ഭയം ഉണ്ടായി. ഗരുഡൻ വീണ്ടും വരുമോ എന്നുള്ള ഭയം. അവൾ പറയുന്നു, നിന്റെ ശിരസിൽ എൻ്റെ കാൽപ്പാടുകളുണ്ട്, അത് കാണുമ്പോൾ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് വിടുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഥയിൽ കൂടി കുറേ സമയം തത്വങ്ങൾ ഗ്രഹിച്ചു. ഈ സത്രങ്ങളും അതിനു വേണ്ടിയിട്ട് തന്നെയാണ്, വെറും കഥ പറയുന്നതിന് വേണ്ടിയിട്ടല്ല. ആ കഥകളിൽ അന്തർലീനമായിരിക്കുന്ന തത്വങ്ങൾ, ജീവിത തത്വങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം എല്ലായ്പ്പോഴും നമുക്ക് ആപത്താണ്, വിനാശമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഗരുഡൻ എന്ന് പറയുന്നത് ശാസ്ത്രതത്വമാണ്. സർപ്പങ്ങൾ, നാഗങ്ങൾ ഈ സംസാരത്തിൻ്റെ പ്രതീകമാണ്. ഈ സംസാരം എന്ന് പറയുന്ന മായയാണ് എന്ന് പറയും. എന്താ മായ? യാ മാസ മായ എന്നാ പറയുക. യഥാർത്ഥത്തിൽ ഉള്ളതിനെ ഉള്ളതല്ല എന്നും ഇല്ലാത്തതിനെ ഉള്ളതാണ് എന്നും ഗ്രഹിക്കുന്നതിനെയാണ് മായ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം ഈശ്വരൻ്റെ കാര്യം പറഞ്ഞു. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഈശ്വരൻ ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പക്ഷേ കണ്ണുകൊണ്ട് നാം കാണുന്ന വസ്തുക്കളെല്ലാം തന്നെ നശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവയെല്ലാം അസത്യങ്ങളാണ്, അല്ലേ? നമ്മളെല്ലാം നശിക്കുന്നവരല്ലേ? ഈ കാണുന്നതെല്ലാം നശിക്കുന്നതല്ലേ? സൂര്യചന്ദ്രന്മാർ പോലും നാശത്തിന് വിധേയരാ, ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നവരാ. അപ്പോൾ നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നാശത്തിന് വിധേയമാണ്, ഒരു കാലത്ത് പൂർണ്ണമായിട്ടുള്ള നാശത്തിലേക്ക് എത്തുന്നതാണ്. പക്ഷേ നമ്മൾ ഇതെല്ലാം സത്യമാണെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെയാണ് ബന്ധങ്ങളും. ഭാര്യ കരുതുന്നു ഭർത്താവ് എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന്. ഭർത്താവ് അങ്ങനില്ല, ചില ഭർത്താക്കന്മാരെങ്കിലും കരുതുന്നു ഭാര്യ എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന്. എല്ലാവരും ഒന്നൊന്നും പറയണ്ട, അല്ലേ? മാതാപിതാക്കൾ കരുതുന്നു ഈ മക്കള് നിത്യമാണെന്ന്. മക്കൾ കരുതുന്നു മാതാപിതാക്കൾ നിത്യമാണെന്ന്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നിത്യമാണോ? നിത്യമല്ലാത്തത് കൊണ്ട് അതൊന്നും സത്യമല്ല. നിത്യമാണെങ്കിലേ നമുക്കതിനെ സത്യം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കൂ. ഇതൊന്നും സത്യമല്ല, നിത്യമല്ല. അപ്പോൾ നിത്യമായിട്ടുള്ളത്, സത്യമായിട്ടുള്ള വസ്തു ഏതാ? സത്യവസ്തു ഏതാ? അത് ഈശ്വരൻ മാത്രമാണ്, അല്ലേ? നിത്യമായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ്. ആ ഈശ്വരൻ നമ്മുടെ കണ്ണുകൾക്ക് വിധേയനല്ല എങ്കിൽ കൂടിയും നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത്. എല്ലാ കാലത്തും ഉള്ളതാണ്, എന്നും പ്രകാശിക്കുന്നതാണ്, പിന്നോ നമുക്ക് പരമാനന്ദം നൽകുന്നതാണ്. ആനന്ദമുണ്ടാകണമെങ്കിൽ അധികാരമോ പണമോ പ്രശസ്തിയോ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. ഇതൊന്നുമില്ലെങ്കിലും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും, അല്ലേ? ദത്താത്രേയ മഹർഷിയുടെ കഥ പറയുന്നുണ്ടല്ലോ ഏകാദശ സ്കന്ധത്തിൽ. അപ്പോൾ ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ ഇരുന്നാൽ ആ
അനുഭൂതി, ആനന്ദം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഭഗവാൻ എല്ലാവരുടെയും അന്തരംഗത്തിൽ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് വിളങ്ങട്ടെ.